ഹലോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് ദിവസം എന്താ വീഡിയോ ഇടാത്ത നോക്കാൻ ചോദിച്ചാൽ എനിക്ക് വലിയ തിരക്കുകൾ കാര്യങ്ങൾ വെച്ചാൽ ഞാൻ എൻ്റെ ഉമ്മാനോട് യാത്ര പിന്നെ പോരാത്തതിന് കളിയൊക്കെ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ. ഇപ്പം എനിക്ക് വീഡിയോ ഇടാൻ എനിക്ക് മൈൻഡിൽ വീഡിയോൻ്റെ ചിന്തയാണ്. അപ്പം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി തീരുമാനിച്ചാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇടാൻ പോണ ഇന്ത്യൻ ബൈക്കാണ്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൽ കളിക്കാൻ പോവാണ്. അപ്പം ഞാനിപ്പോൾ കളിക്കുകയാണ്. അപ്പം എനിക്ക് ഒരു കെ സബ്സ്ക്രൈബേഴ്സ് തരാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യും. എന്നിട്ട് എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഞാൻ എൻ്റെ നെയിമും റിവീൽ ചെയ്യും. ഇപ്പം ഞാൻ ചലഞ്ചാണിത്. ഇപ്പം ചലഞ്ച് മോഡാണ് നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ താഴത്തേക്ക് വരെ ഒന്ന് പോകണം. പുറത്ത് പോയി അപ്പം വണ്ടി തല കുത്തി മറിഞ്ഞ് ബാക്കിലോട്ട് പോകണം. ഇപ്പം വണ്ടി തല കുത്തി കുറച്ചപ്പോൾ പോയി എല്ലാതും പോയി. ഇനി അടുത്തത് മെഗാറാമ്പ് തന്നെ കാരണം നോക്കിക്കൊണ്ട് മെഗാറാമ്പ് ഇവിടെ എൻ്റെ എനിക്ക് ഓർമ്മയില്ല. നമുക്കെന്തായാലും വണ്ടി എടുക്കുക. നമ്മൾ പുതിയ വണ്ടി എടുക്കണേ 125 ഇവിടെ ചീക്കോടൊന്നുമില്ല. പിന്നെ അങ്ങനെ എനിക്ക് വണ്ടിയൊക്കെ കിട്ടിയാണല്ലോ നിങ്ങൾ വിചാരിക്കുക. വേറെ ഒന്നല്ല, ഞാൻ ഇത് പെഗ്വിനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ആപ്പ് കയറ്റിയാൽ കുറേ മോഡ്സ് ഉണ്ടാവും. അതിൽ വെഹിക്കിൾസ് എന്നൊരു ഓപ്ഷൻ പോയിട്ട് അതിൽ കുറേ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലാണ് ഈ വണ്ടി സെലക്ട് ചെയ്തിട്ട് ഈ വണ്ടി ഇതാ ഞാൻ കാട്ടിത്തരാം. ഈ വണ്ടി ഞാൻ അത് സെലക്ട് ഓപ്ഷൻ കൊടുക്കും. എന്നിട്ട് ഇത് പോയിങ്ങാണ്ട് പേസ്റ്റ് വെക്കും. പേസ്റ്റ് വരുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. ആ പ്ലീസ് വെയിറ്റ് കുറച്ച് നേരം ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നമ്പറൊക്കെ കാണിക്കും. ആ നമ്പർ കഴിയുന്ന വരെ നമ്മൾ നോക്കണം. അത് കഴിയുന്നതിൻ്റെ ശേഷം നമ്മൾ ഒന്ന് റീസ്റ്റാർട്ട് ആക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ നമ്മളെന്താ സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തത് കിട്ടും. പിന്നെ വേറൊരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാ മെഗാറാമ്പ് എൻ്റെ ചെയ്യുന്നത്. കാരണം എല്ലാ ഇന്ത്യ ബൈക്കിലും ഇത് വർക്കാവും. ഇപ്പം നിങ്ങൾ പണ്ട് ഇന്ത്യ ബൈക്ക് ആയിട്ട് ഇപ്പോഴും ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. വേറൊന്നുമില്ല, വേറെ ബൈക്കിൽ വർക്കാവുമെന്ന് അറിയില്ല. ഈ 12-10 ചിക്കൊടുത്ത നമ്മൾ KTM വരില്ലേ, അപ്പോൾ KTM എടുത്തുകൊണ്ട് ഒരു നടക്കുന്ന ആളെ എന്തായാലും കാറിലൊന്നും വർക്കാവില്ല, ബൈക്കിൽ മാത്രം വർക്കാവുന്നതാണ്. ഈ KTM ബൈക്കിൽ മാത്രം എന്നാണ് എൻ്റെ വിചാരം. മറ്റേ വേറെ ബൈക്കിൽ വർക്കാവും എനിക്കറിയില്ല. എന്നിട്ട് ഒരാളാണ് ഇങ്ങനെ തടയുക. അതിൻ്റെ ശേഷം KTM ബൈക്കിൽ മാത്രമേ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ശേഷം ഈ ഫോണിൻ്റെ ചിഹ്നം, ഫോൺ എടുക്കുന്ന ചിഹ്നം അയിമ ഒന്ന് നിൽക്കിയാൽ മതി. അയാൾ നമ്മുടെ ബാക്കിൽ കയറും. അതാണ് ഞാൻ പറഞ്ഞത്. അയാൾ നമ്മുടെ ബാക്കിൽ കയറും. ഇപ്പം അയാൾക്ക് എത്ര വേണമെങ്കിലും ഓടിക്കും, നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ എല്ലാവരും കയറ്റാനൊക്കെ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ വിചാരിച്ചാൽ നമുക്കിപ്പോൾ എന്താ ചെയ്യുക. ഞാൻ ആ കൂടി ബഗ്ഗടിച്ചെന്നാണ് തോന്നുന്നത് എൻ്റെ വേൾഡ്. നേരത്തെ അത് റീലോഡാക്കിയപ്പോൾ ശരിയായി. നേരത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഷോറൂം പോവാം.
നമുക്ക് നേരെ വയ്യൊക്കെ വെക്കാം. ഞാൻ സാധാരണ ഷോർട്ട് കട്ട് വയ്യേ പോവുള്ളൂ. ഈ റോഡ് വഴിയൊന്നും പോകില്ല. ഇപ്പം വീഡിയോ എടുക്കണമെന്ന് തന്നെ റോഡ് വഴി പോയിന്നുള്ളൂ. ഇവിടെ തന്നെ അല്ല, ഇതല്ല ഇതിൻ്റെ അപ്പം. അപ്പോൾ നേരെ വരുമ്പോൾ ഇതാ നമ്മളെ ഗ്യാരേജ് നമ്മളെ ഷോറൂം. പിന്നെ ഒരു ചീറ്റ് കോഡ് ഉണ്ട്, അതടിച്ചാൽ നമുക്ക് അത് നമ്മളെ എരിയിലടിക്കണം. അതിൻ്റെ പേര് എന്തായിരുന്നു? നമ്മൾ RGS ടൂളിൽ അടിച്ചാൽ മതി. അത് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടാണ്. അതായത് അത് ആ RGS ടൂളിൽ പോയിട്ട് മൂപ്പ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് RGS ടൂളിൽ പേസ്റ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് ഗ്യാരേജിക്ക് വന്നപ്പോൾ ഷോറൂമിൽ വന്നപ്പോൾ അവിടെ വണ്ടികളൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ വെച്ചതല്ല, ഓട്ടോമാറ്റിക്കലാണ്. ഇതിൻ്റെ ഇതാണ്. അത് ഞാൻ ഈ വേർഷൻ പുതിയ വേർഷനൊക്കെ ഞാൻ പുതിയ ആൾക്കാർ വരും. ഞാൻ അതിൻ്റെ മുമ്പ് നോക്കിയാണ്. ഇപ്പം അതുണ്ടോയെന്ന് അറിയില്ലേക്ക്. പിന്നെ ഞാൻ ആ ട്രക്ക് മാത്രമല്ല ഞാൻ ഇതാക്കിയത് പോരാത്തന്നെ ഈ വണ്ടി ഇതായിട്ടുണ്ടായി. അതിൽ തന്നെ നടത്താണ് ഈ പരസ്യം എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം. ഇനി പരസ്യം ഓണാക്കിയിട്ടില്ലെങ്കിലോ ആരെങ്കിലും വിളിച്ചാൽ കേൾക്കുമോ? നെറ്റ് ഓഫ് ആക്കിട്ടാൽ ആരെങ്കിലും വിളിച്ചാൽ കേൾക്കില്ല. ആരും വിളിച്ചാൽ കണ്ടോ പച്ചത്. ഇതൊക്കെ ഞാൻ ആ ആപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് 1K ലൈക്ക് കിട്ടാമെങ്കിൽ ഞാൻ എൻ്റെ നെയിമല്ല ഫേസ് റിവീൽ ചെയ്യും. പിന്നെ പോരാത്തതിന് 2K ലൈക്കല്ല 1K സബ്സ്ക്രൈബേഴ്സ് 1K ലൈക്കല്ല കേട്ടോ സബ്സ്ക്രൈബേഴ്സ് കൂടി തെറ്റുണ്ട്. 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യും. പിന്നെ 2K സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഞാൻ എൻ്റെ നെയിമും റിവീൽ ചെയ്യും. അങ്ങനെ എനിക്കിപ്പോൾ 10-11 അത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് പിന്നെ ആകെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ 2ാമത്തെ വീഡിയോ. നമുക്ക് അതൊന്നും ചാടാം. ഇന്ത്യൻ ബൈക്കിൽ പലവർക്കും അറിയാത്ത സാധനമാണ് ഇങ്ങനെ കാര്യം പറഞ്ഞാൽ കാര്യം നേരക്കാണ്. സാധാരണ കാറിനും പറ്റാണ്. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ സ്ലോ മോഷൻ്റെ ഇതിന് വണ്ടിയിലൊക്കെ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് സ്ലോ മോഷൻ ഇതിൽ വണ്ടി ഓട്ടുന്നതിൽ കൂടി ഇങ്ങനെ ആക്കിയാൽ നമുക്ക് പൊന്താനൊക്കെ ജമ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ കാര്യം മറയാണെങ്കിലും പറ്റും. ഉണ്ടോ? പിന്നെ ഒരു ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നും വിചാരിക്കണ്ട. അത് എൻ്റെ ബാക്കിൽ ഞാൻ എൻ്റെ ഏട്ടൻ മാങ്ങ ഇരുന്നു. ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ, ഞങ്ങൾ 2-3 മാങ്ങ നോക്കിയുണ്ട്. ഞാൻ നിറച്ചു മാങ്ങ, അതൊന്നും പഴുത്തിട്ടില്ല. പച്ചത്ത് പഴുപ്പിക്കാൻ വെക്കും, എന്നിട്ട് അത് 2-3 പത്തുണ്ടാവും. അത് കറുത്ത് അപ്പം തന്നെ ഇപ്പോൾ ഞാനേ
ഏട്ടൻ്റെ ഒരു ചോദ്യമാണ് ബൈക്കായിട്ട് നമുക്ക് ചാടാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ബൈക്കായിട്ട് എന്താ ബൈക്കിൻ്റെ ബൈക്കായിട്ട് ചാടാൻ പറ്റും. അങ്ങനെ. അപ്പോൾ നമുക്ക് നേരെ ഒരു ബൈക്ക് എടുക്കാം. ഇവനെന്താ ബൈക്കും തരില്ലേക്ക്? അതൊരു ആർപ്പിച്ചെടുത്ത് മെഷീൻ കടി എൻ്റെ കടപ്പിച്ച് തരും. അത് ആർപ്പിച്ചിട്ട് അല്ല സ്റ്റിക്കിങ് ബോബ് വേറെ എന്തിനാ? ഒറ്റ ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും ഇട്ടാൽ മതി. അവിടെ എൻ്റെ ഫോൺ പഠിച്ചോണേ ഈ അനങ്ങി പോയാണ്ടല്ലോ. ഇനി ഇതിലാവാൻ നിൽക്കുക. ഇപ്പിൻ്റെ ഒരു ലൈഫും പോയില്ല. ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോവാണ്. സീൻ സാധനം മോനെ സ്റ്റാർ ഉണ്ടാക്കാം. വേറെ എന്താ ചെയ്യുന്ന? സ്റ്റാർ ഉണ്ടാക്കി വേറെ എന്താ ചെയ്യണേ? പെട്ടെന്ന് നമ്മൾ കോളേജ് എടുക്കും, 25 അടിക്കും, അപ്പോൾ വർക്കിങ് വരും. അതാണ് സംഗതി. അങ്ങനെ അപ്പോൾ കാറും വരും, കാറും എടുക്കും. എന്ത് ചെയ്യും? പിന്നെ പോലീസുകാരൻ വരുന്ന കാത്തിക്കും. അപ്പോൾ പോലീസുകാർ ആൾക്കാരൊക്കെ കൊന്നിട്ടുണ്ടേ നമ്മളടുത്തേക്കാണ് വരും. കുറച്ചേരം കഴിഞ്ഞാൽ പോലീസുകാർക്ക് നമ്മൾ കിട്ടില്ല മനസ്സിലായി. അപ്പം പോലീസുകാരൻ ഇതൊന്നല്ല പോലെ സംഗതി. എന്ത് സംഗതി? ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരെ ഇവന്മാരെ ഗവർണൊക്കെ ഇതായിരുന്നു. ഒരു ഇതാക്കുമ്പോൾ മറ്റേ ഇതൊന്ന് വണ്ടികൾ വരുന്നു. അപ്പോൾ അങ്ങനൊന്നും തലേക്കൊന്നും കയറണ്ട. ഞാനിവിടെ വെച്ചൊക്കെ തന്നെ ഓരോ ചുറ്റിക്കറക്കും. ഓരോ ഉടനെ പിന്നെ നിങ്ങൾ എൻ്റെ ഏട്ടൻ്റെ ചാനൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചാനലിൻ്റെ ലിങ്ക്. അപ്പോൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ. വാ ഇവിടെ അങ്ങോട്ട് ഞാൻ പോടല്ലേ. ഇറങ്ങി പണിയെടുക്കാൻ സമയമായി. അതന്നെ അല്ല പോലീസുകാരൻ എനിക്കതിന് ഉന്നെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? പിന്നല്ലാതെ അങ്ങനെയൊക്കെ തട്ടി സ്റ്റാർ പോയിന് വെറുതെ വരുത്താൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ളൂ. ഈ ഇന്ത്യൻ ബൈക്കിൻ്റെ കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി തന്നാൽ മതി. ഞാൻ അപ്പം തന്നെ കുറച്ചും പാടി വീഡിയോകൾ അറിയിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ളൂ. അടുത്ത വീഡിയോ വരെ ടാറ്റ ബൈ ബൈ, സീ യു.